ഹലോ ഗൈസ്, ദിസ് ഈസ് അന്ന. SSCയുടെ പുതിയ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. 2025-26 വേക്കൻസീസിന്റെ ഡീറ്റെയിൽസ് അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. SSCയുടെ സൈറ്റിൽ അത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നെറ്റിലൊക്കെ അത് ഇപ്പോൾ ഓടുന്നുണ്ട്. ഇങ്ങനെ അത് ഞാനും കണ്ടിരുന്നു, ഞാനും വീഡിയോയും ഇട്ടിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. അതിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്ന ഒരു വേക്കൻസിയാണ് ദില്ലി പോലീസ്. 4 പോസ്റ്റുകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഹോട്ട് കേക്ക് പോലെ യൂട്യൂബേഴ്സ് വിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ 42,000 കോൺസ്റ്റബിളിന്റെ വേക്കൻസീസ് ദില്ലി പോലീസിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. ഈ നോട്ടീസ്, ഈ പബ്ലിക് നോട്ടീസ് ദില്ലി പോലീസിന്റെ വെബ്സൈറ്റിൽ റിലീസ് ആയിട്ടുണ്ട്. 28/11 റിലീസ് ആയിട്ടുണ്ട്. അതിൽ അവര് സബ്ജക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് അഗ്നിവീഴ്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ഓഫ് എക്സ് അഗ്നിവീഴ്സ് ആസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ഇൻ ഡൽഹി പോലീസ്. അല്ലെ, വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല. അപ്പോ ഇതില് അമെന്റ്മെന്റ് റൂൾ 1980 അവര് എക്സ് അഗ്നിവീഴ്സിനെ കോൺസ്റ്റബിൾ ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതിനെ പറ്റി കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഇവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂൾസിലും കാര്യങ്ങളും ഒന്നും വേറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെൻഷൻ ചെയ്തതായിട്ടും ഇവിടെ കാണുന്നില്ല. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ യൂട്യൂബേഴ്സും 42,000 വേക്കൻസീസ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു, പലയിടത്തും കണ്ടു. ഇവിടെ അവർ ഈ ഷെഡ്യൂളിനകത്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ 42,451 സബ്ജക്ട് ടു വേരിയേഷൻ ഡിപ്പെൻഡ് ഓൺ വർക്ക് ലോഡ്. വർക്ക് ലോഡിന്റെ അക്കോർഡിംഗ് ഇതിനകത്ത് കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്, പേ ലെവൽ 3 ആണ്, 21,700, 69,100. ഇനി അടുത്ത 8th പേ കമ്മീഷൻ വരാറായി. അപ്പോൾ ഒത്തിരി ചേഞ്ചസ് ഈ പേ മെട്രിക്സിനകത്ത് വരും. ഓക്കെ, ഇവിടെ ഇതിനകത്ത് വേക്കന്റ് ആണെന്നോ ഫില്ല് ചെയ്യുമെന്നോ ഈ വർഷം ഫില്ല് ചെയ്യുമെന്നോ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഒരു നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ഇത്ര എണ്ണം ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേക്കൻസീസ് ഈ വർഷം വരും എന്നൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, 18 to 25 വയസ്സാണ്. നേരത്തെ അത് തന്നെയായിരുന്നു. ദില്ലി പോലീസിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയ ദില്ലി പോലീസിന്റെ മക്കൾക്കും റിലാക്സേഷൻ ഉണ്ട് 30 വയസ്സ് വരെ. അല്ലാതെ SC/ST കാറ്റഗറിക്കാർക്കും റിസർവേഷൻ ഉണ്ട്. PW കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എക്സ് സർവീസ്മാനും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എക്സ് സർവീസ്മാനും അപ്ലൈ ചെയ്യുന്നത് തന്നെ ഇപ്പം അഗ്നിവീഴ്സിനും ഇതിനകത്ത് ഒരു ചാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ആഡ് ചെയ്തേക്കുന്നത് നോക്കി. എക്സ് അഗ്നിവീഴ്സ് 3 year റിലാക്സേഷൻ ഇൻ പ്രിസ്ക്രൈബ്ഡ് അപ്പർ ഏജ് ലിമിറ്റ്. നമ്മൾ 25 വയസ്സ് പറഞ്ഞിട്ടുണ്ട്, അതിൽ 3 വയസ്സും കൂടെ കൂടുതൽ ആഡ് ആയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? എക്സ് അഗ്നിവീഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, ഏജ് റിലാക്സേഷൻ ഓഫ് 5 years ബിയോണ്ട് ദ പ്രിസ്ക്രൈബ്ഡ് അപ്പർ ലിമിറ്റ് വിൽ ബി ഗിവൺ ടു ദ കാൻഡിഡേറ്റ് ഓഫ് ദി ഫസ്റ്റ് ബാച്ച് ഓഫ് അഗ്നിവീർ സ്കീം. ഓക്കെ, അഗ്നിവീർ സ്കീം വന്ന സമയത്ത് ആദ്യമായിട്ട് കേരള ബാച്ചിലെ കുട്ടികൾക്ക് 25ന്റെ കൂടെ 5 വയസ്സൂടെ കൂടുതൽ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ അഗ്നിവീറിനെ പറ്റി 2 കാര്യങ്ങളാണ് ഏജ് ലിമിറ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. എല്ലാ അഗ്നിവീഴ്സിനും 3 വർഷം കൂടെ ആഡ് ആയിട്ട് കിട്ടും. 25ന്റെ കൂടെ 3 വയസ്സും കൂടെ ആഡ് ആവാം. SC/STക്ക് റിലാക്സേഷൻ ഉള്ളതുപോലെ അഗ്നിവീഴ്സിന് 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ബാച്ചിൽ അഗ്നിവീഴ്സ് സ്കീം സ്റ്റാർട്ട് ആയപ്പോൾ ഫസ്റ്റ് ബാച്ചിന് എടുത്തായിരുന്നല്ലോ, അവർക്ക് 3-ന് പകരം 5 വയസ്സ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അതൊരു ചേഞ്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചേഞ്ച് നമ്മളിവിടെ കാണുന്നത് ഫോർ എക്സ് അഗ്നിവീഴ്സ് എക്സംഷൻ ഫ്രം ദ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. PETക്കകത്ത് അല്ലെ, ഓട്ടത്തിനകത്തും ചാട്ടത്തിനകത്തും എക്സംഷൻ, അവർക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഓട്ടത്തിനും ചാട്ടത്തിനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട. റിട്ടേൺ എക്സാം എഴുതണം. ബാക്കി ഫോർമാലിറ്റീസ് ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻ നമുക്കറിയാം അല്ലെ, 10+2 ആണ്. അപ്പോൾ 10+2 ആയിരിക്കണം, റിട്ടേൺ എക്സാം ക്ലിയർ ആയിരിക്കണം, മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എല്ലാം ക്ലിയർ ആകണം. പക്ഷെ അവർക്ക് PET അറ്റൻഡ് ചെയ്യേണ്ട, റണ്ണും ലോങ് ജമ്പും ഹൈ ജമ്പും അറ്റൻഡ് ചെയ്യേണ്ട എന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. പിന്നെ 10% ഓഫ് വേക്കൻസീസ് ഓർ ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം ഷുഡ് ബി റിസർവ്ഡ് ഫോർ എക്സ് അഗ്നിവീഴ്സ്. നമ്മൾ എക്സ് സർവീസ്മാന് 10% കൊടുക്കുന്നില്ലേ, അതുപോലെ ഇവിടെ അഗ്നിവീഴ്സിനും 10% വേക്കൻസീസ് റിസർവ് ചെയ്ത് വെക്കും. മേ ബി 10% അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഗവൺമെന്റിന്റെ വരാനുള്ള ഡിസിഷൻസ് അനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരാം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പബ്ലിക് നോട്ടീസിൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം ആസ് ഇറ്റ് ഈസ് ആണ്. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, നേരത്തെ SSC ആയിരുന്നു റിക്രൂട്ട്മെന്റ് നടത്തിക്കൊണ്ടിരുന്നത്. SSC റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ എക്സാം SSC കണ്ടക്ട് ചെയ്യും. അതിനുശേഷമുള്ള ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയാലും PEPTയുടെ അഡ്മിറ്റ് കാർഡായാലും എല്ലാം നമുക്ക് ഡൽഹി പോലീസിന്റെ വെബ്സൈറ്റിൽ തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിസൾട്ടും എല്ലാം ഡൽഹി പോലീസ് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിലാണ്
പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ആദ്യമൊക്കെ വർഷങ്ങൾ മുമ്പ് ഡൽഹി പോലീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ചെയ്യുമായിരുന്നു എങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം എക്സാം SSC ത്രൂ ആണ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. ഈ വർഷവും SSCയുടെ കലണ്ടറിനകത്ത് ദില്ലി പോലീസിന്റെ എക്സാമിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്, ഡേറ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ മേ ബി അതുപോലെ തന്നെ കണ്ടിന്യൂ പോകാം. ചിലപ്പോൾ ദില്ലി പോലീസ് ഡയറക്റ്റ് ചെയ്യാമായിരിക്കും. പക്ഷെ എല്ലാ വർഷവും ജനുവരിയിൽ അവർ റിക്രൂട്ട്മെന്റ് നടത്തും എന്നുകൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ മേജർ ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബാക്കിയുള്ള യൂട്യൂബുകളിൽ നമ്മൾ കാണുന്നത് പോലെ ഈ വർഷം 42,000 വേക്കൻസി ഒക്കെ വരുമെന്നൊന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പോസിബിൾ ആയിട്ട് തോന്നുന്നില്ല. വർഷങ്ങൾ കൊണ്ട് ഇറക്കിയേക്കാം, ചിലപ്പം ബൾക്കിൽ വന്നേക്കാം. അവർക്ക് ഒത്തിരി ഹെവി ലോഡ് വരികയാണെങ്കിൽ അവർ പല കാറ്റഗറിയിലായിട്ട് മേ ബി ഫില്ലിങ്സ് ചെയ്തേക്കാം. അതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നെക്സ്റ്റ് ഇയർ 2025 ജാനുവരിയിൽ കോൺസ്റ്റബിളിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നടന്നിരിക്കാം എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുക. ഡീറ്റെയിൽഡ് ഒരു വീഡിയോ കൂടി ഞാൻ ഇട്ടേക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെ വേക്കൻസീസ് ആണ് വരുന്നത്, എത്രയൊക്കെ പോസ്റ്റ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇട്ടേക്കാം. ഇത് ജസ്റ്റ് അമെൻമെന്റിനെ പറ്റിയാണ്. ഈ അമെൻമെന്റ് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ദില്ലി പോലീസിന്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. ഗൂഗിളിൽ പോയിട്ട് ദില്ലി പോലീസ് വെബ്സൈറ്റ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അവിടെ പോയിട്ട് നോട്ടീസ് കിടപ്പുണ്ട് അതിനകത്ത്. ഓക്കെ, നോട്ടീസിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പബ്ലിക് നോട്ടീസ് കിട്ടും. ഇതിനകത്ത് വേറെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എക്സ് അഗ്നിവീഴ്സിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് വരുത്തിയത് എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.